മഴ കനത്തതോടുകൂടി കണ്ണൂരിൽ വലിയ രീതിയിലുള്ള വെള്ളപ്പൊക്കം പലയിടങ്ങളിലും അനുഭവപ്പെടുന്നുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളൊക്കെ വെള്ളത്തിലാണ്. സാധാരണ മഴക്കാലത്ത് വെള്ളം കയറുന്ന കണ്ണൂർ താവക്കര, അതുപോലെ കക്കാട്, എളയാവൂർ പോലെയുള്ള മേഖലകളിൽ കനത്ത വെള്ളം കയറി വീടുകളിലൊക്കെ വെള്ളം കയറുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ണൂർ കോർപ്പറേഷൻ 3ഓളം ക്യാമ്പുകൾ, ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. 3 സ്കൂളുകളാണ് അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. മേയർ മുസ്ലിം മഠത്തിൽ നമ്മളോടൊപ്പം ഉണ്ട്. ഇപ്പം എന്തൊക്കെ ഒരുക്കങ്ങളാണ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത്? കനത്ത മഴ ഒരാഴ്ചയോളമായി നമ്മുടെ ഈ പ്രദേശത്ത് വ്യാപകമായിട്ടുണ്ട്. ഒരുപാട് നാശനഷ്ടങ്ങൾ ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ടും അതുപോലെ വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ട്. ചേലോറ, എളയാവൂർ മേഖലകളിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ചുഴലിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് മരങ്ങൾ വീണു, ഒരുപാട് വീടുകൾക്ക് കേടുപാടുകൾ പറ്റി. പക്ഷേ അവിടെ വീടുകൾ മാറ്റിപ്പാർപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല. എന്നാൽ ഇന്നലെയും ഇന്നും ഉണ്ടായിട്ടുള്ള നിർത്താതെയുള്ള മഴ, ആ മഴ കാരണം പല പ്രദേശങ്ങളിലും യൂണിവേഴ്സിറ്റിൻ്റെ പരിസരം, താവക്കര യൂണിവേഴ്സിറ്റി പരിസരം, അതുപോലെ അത്തായക്കുന്ന്, കക്കാട്, കല്ലുകെട്ടുചിറ തുടങ്ങിയ ഉരുവച്ചാൽ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ വലിയ രീതിയിൽ വെള്ളക്കെട്ടുണ്ടാവുകയും ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ വീട്ടുകാർ അവരവരുടെ ബന്ധുവീടുകളിൽ പോയതിനാൽ ക്യാമ്പുകളിലേക്ക് വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. എന്നാൽ കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം ഒരു ദുരന്തമുണ്ടായാൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെയുള്ളത് ടൗൺ ഹയർ സെക്കൻഡറി സ്കൂളിലെ കോർപ്പറേഷൻ സ്വന്തം ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച കെട്ടിടത്തിലാണ്. ഇവിടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി പ്രത്യേകം ബിൽഡിംഗ് തന്നെ കോർപ്പറേഷൻ ഈ ആവശ്യങ്ങൾക്കായിട്ട് ഒരു ബിൽഡിംഗ് നിർമ്മിച്ചിട്ടുണ്ട്. അതിൻ്റെ സജ്ജീകരണങ്ങളാണ് ഇവിടെ അകത്ത് ബെഡും സൗകര്യങ്ങളും ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ പുഴാതി ഭാഗത്ത് അത്താഴക്കുന്ന് മാപ്പിള LP സ്കൂളിൽ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ ചേലോറ, എളയാവൂർ മേഖലകൾക്കായി നമ്മുടെ എളയാവൂർ സോണൽ ഓഫീസിൻ്റെ ഹാള് അതിന് ആവശ്യമായ രീതിയിൽ സജ്ജീകരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുപോലെ ആവശ്യമായി വന്നാൽ ഉരുവച്ചാൽ മദ്രസ കെട്ടിടം, അവിടെ മദ്രസ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ആവശ്യമായി വന്നാൽ അവരത് വിട്ടുതരാൻ തയ്യാറാണ്. അങ്ങനെ ഒരു ദുരന്തമുണ്ടായാൽ കൃത്യമായ ഒരുക്കങ്ങൾ കോർപ്പറേഷൻ വളരെ ഭംഗിയായി ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം നമ്മുടെ ദുരന്ത നിവാരണ സേന, നമ്മുടെ ഹെൽത്ത് വിഭാഗം അത് 24 hour 24 മണിക്കൂറും എന്ന രീതിയിൽ അലേർട്ടായി കണ്ണൂർ നഗരപ്രദേശങ്ങളിലും കോർപ്പറേഷൻ്റെ എല്ലാ പ്രദേശങ്ങളിലും ഉണ്ട്. കോർപ്പറേഷൻ HIമാർക്ക് അതിന് ചാർജിൻ്റെ 7ഓളം HIമാർക്ക് ഇതുമായി ബന്ധപ്പെട്ട ചാർജുകൾ കൊടുത്തിട്ടുണ്ട്. നിരന്തരം ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ നിരന്തരം മോണിറ്ററിങ് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു പ്രയാസമില്ലാത്ത രീതിയിൽ, ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസമുണ്ടാകാത്ത രീതിയിൽ, എന്നാലും ദുരന്തമുണ്ടാകുമ്പോൾ ജനങ്ങളുടെ ഭാഗത്തുള്ള ഇടപെടൽ, ഇവിടെ താഴത്തൊരു ഭാഗത്തും അതുപോലെ കക്കാട് ഭാഗത്തൊക്കെ ഉണ്ടായ ഒരു പ്രധാന ഗുണമെന്ന് പറയുന്നത് ജനങ്ങളുടെ ഇടപെടൽ തന്നെയാണ്. ജനങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ കോർപ്പറേഷൻ്റെ ആളുകളുമായിട്ടും അതുപോലെ ഫയർഫോഴ്സ് അവരുടെ പ്രവർത്തനങ്ങളും എടുത്തു പറയേണ്ടതാണ്. ഫയർഫോഴ്സൊക്കെ ചേർന്ന് നിന്നുകൊണ്ട് ആളുകളെ മാറ്റാനും അതുപോലെ വെള്ളക്കെട്ട് ഒഴിവാക്കുവാനും വീടുകളിൽ നിന്ന് സാധനങ്ങൾ, ഉപകരണങ്ങൾ മാറ്റാനുമൊക്കെ ഒരു വലിയ കൂട്ടായ്മ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഏതായാലും ഇത്തരം വിഷയങ്ങളെ, ദുരന്തങ്ങളെ ഞങ്ങൾ അതിജീവിക്കും എന്ന് തന്നെയാണ് പറയാനുള്ളത്. നിലവിലിപ്പോൾ ആരെയും ക്യാമ്പിലേക്ക് മാറ്റേണ്ട സാഹചര്യമില്ല. പക്ഷേ രാവിലെ താവക്കര ഭാഗത്തുണ്ടായിരുന്ന വെള്ളപ്പൊക്കത്തിൽ ഒരുപാട് വീടുകളിലേക്ക് വെള്ളം കയറിയ ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അവരെ രാവിലെ ക്യാമ്പുകളിലേക്ക് കൊണ്ടുവന്നെങ്കിലും പിന്നീട് അവർ ബന്ധു വീട്ടിലേക്ക് മടങ്ങി പോവുകയാണ് ഉണ്ടായത്. എന്തായാലും ഒരു ദുരന്തം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ കോർപ്പറേഷൻ പലയിടങ്ങളിലും ക്യാമ്പ് സജ്ജമാക്കിയിട്ടുണ്ട്. ടൗൺ സ്കൂളും അതുപോലെ കണ്ണൂർ സിറ്റി, എളയാവൂര് ചില സ്കൂളുകളിലും അതുപോലെ ഈ സോണൽ ഓഫീസുകളടക്കം ക്യാമ്പിന് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അതിനുവേണ്ട മെത്തകളും മറ്റ് ഭക്ഷണ കാര്യങ്ങളൊക്കെ കോർപ്പറേഷൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്.